ശ്ശേരി രാജഗിരി ദേശനിവാസികളെ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീമംഗങ്ങൾ ഈ പ്രഭാതത്തിലൂടെ കടന്നു വന്നത്. നിങ്ങളെല്ലാവരും ഒരല്പസമയം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള സന്ദേശം കേൾക്കുവാൻ 15-20 മിനിറ്റ് സമയം വളരെ താഴ്മയോടുകൂടെ ഈ സന്ദേശം കേൾക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ യുഗം അവസാനിക്കും. എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം? അതാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ എന്ന് കേൾക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുക. ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ, സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ, സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ, വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിനെ ജയിച്ചിടാം, വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ, വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിനെ
ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാൻ രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക. പറവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക. പറവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. സർവപ്രപഞ്ചത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. നാം ആരും പറയാതെ തന്നെ ഈ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ മെല്ലെ മെല്ലെ ഇതാ ഒരറ്റത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു. വൈകിട്ടാകുമ്പോൾ നാം ലൈറ്റ് ഇടുന്നത് പോലെ ഈ ഭൂമിയെ പ്രകാശിപ്പാൻ നമ്മൾ ആരും നിശ്ചയിച്ചാക്കി വെച്ചിട്ടില്ലാത്ത സൂര്യനെ ഉയർന്നു. ഇത് മഹാപ്രപഞ്ചത്തിലെ ഉടയവനായ ദൈവമൊരുക്കിയ ലൈറ്റാണ്. ആ ഉടയവനായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള ഒരു സന്ദേശം അറിയിക്കുവാനാണ് ഈ ടീം ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കോങ്ങാട്ടുശ്ശേരി എന്നറിയപ്പെടുന്ന രാജഗിരി ഹോസ്പിറ്റൽ നിലകൊള്ളുന്ന ഈ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതം നോക്കിയാൽ അത് വെറുതെ ഒരു ജീവിതം, മരിക്കാനായിട്ടൊരു ജീവിതം. ജീവിച്ച് എല്ലാവരും മരിച്ചു മാറ്റപ്പെടുന്നു. ഇതിന്റെ നടുവിൽ സൃഷ്ടാവായ ദൈവത്തിന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന് തന്റെ സൃഷ്ടികളായ തന്റെ മക്കളായ മനുഷ്യരോട് പറയാനുള്ള സന്ദേശം നിങ്ങളെ അറിയിച്ചിട്ട് കടന്നു പോവുകയാണ് ഈ ടീം ഇവിടെ ചെയ്യുന്നത്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? രാജത്വത്തിന്റെ സുവിശേഷം ആരാണ് പ്രസംഗിച്ചത്? രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള സന്ദേശമാണ്. അത് പ്രസംഗിച്ച പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്.
ക്രിസ്തുവിനോട് ചേർന്ന് സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും ഒക്കെ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. എന്താണ് ഈ രാജ്യത്വ സുവിശേഷത്തിന്റെ അർത്ഥം? എന്താണ് ദൈവം മാനവരാശിയോട് പറയുന്നത്? ദൈവം മാനവരാശിയോട് പറയുന്നത് നിന്റെ ജീവിതം മരിക്കാനുള്ളൊരു ജീവിതമാണ്. മരിക്കാനുള്ള ഒരു ജീവിതം. എന്നാൽ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ മരിക്കാനല്ല, നീ നിത്യം എന്നോടുകൂടെ, അതായത് ദൈവത്തോടുകൂടെ ജീവിപ്പാനാണ്. ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ അവകാശികളായി, ദൈവത്തിന്റെ ഒരേ ഒരു മകനായ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി, ദൈവത്തിന്റെ കുടുംബമായി ഞാനും നിങ്ങളും ജീവിക്കുക എന്നതാണ് രാജ്യത്വ സുവിശേഷത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ദൈവത്തിന്റെ കുടുംബമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണവും കൂടെ ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കണം. ഇതാണ് രാജ്യത്വ സുവിശേഷത്തിന്റെ അർത്ഥം. ഒന്നാമത് അത് ദൈവത്തിന്റെ കുടുംബമാണ്. രണ്ടാമത് ഈ ഭൂമിയെ വാഴുന്ന, സർവപ്രപഞ്ചത്തെയും വാഴുന്ന ദൈവത്തിന്റെ ഗവൺമെന്റ് ആണ് ഈ ദൈവരാജ്യം അല്ലെങ്കിൽ രാജ്യത്വ സുവിശേഷം. അപ്പോ പ്രിയ മകനെ, പ്രിയ മകളെ, ഇവിടെ എന്റെയും നിങ്ങളുടെയും ജീവിതം ഇവിടെ ഒരു മരണം കൊണ്ട് തീരുകയാണ്. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കുവാൻ വേണ്ടിയല്ല ദൈവം എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത്. നാം നിത്യം ദൈവത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ദൈവം നമ്മളെ കോപത്തിനല്ല നിയമിച്ചാക്കിയിരിക്കുന്നത്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്, അതാണ് രാജ്യത്വ സുവിശേഷം. നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ അത്രയും നിയമിച്ചാക്കിയത്. ഇതാണ് രക്ഷയുടെ സുവിശേഷം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവത്തോടു കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നും മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് ഒരു പലചരക്ക് കട നടത്തി, ഒരു ലോട്ടറി ടിക്കറ്റ് കച്ചവടം നടത്തി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തി, ഒരു വർക്ക്ഷോപ്പ് നടത്തി, ഒരു മുടിവെട്ട് കട നടത്തി, നാം അതുകൊണ്ട് കിട്ടുന്ന വരായിക കൊണ്ട് അരി മേടിച്ച് കഴിച്ച് ഈ ചെറിയ വയറ് നിറച്ച് നാം മരിച്ചു പോകുന്നു. നാം മരിക്കാൻ വേണ്ടിയല്ല ദൈവം ഉണ്ടാക്കിയത്, നാം നിത്യം ദൈവത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാ ഉണ്ടാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതാ നാം മരിച്ചു പോകുന്നു. അതിന്റെ കാരണം മാനവകുലത്തിന്റെ പാപമാണ്. അപ്പൊ ഈ പാപത്തിൽ നമുക്ക് മോചനം നൽകി നാം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഇൻവിറ്റേഷൻ ആണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇതാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പറഞ്ഞ സദ്വാർത്ത സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നിന്നോടുകൂടെ പാർക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. നീ ദൈവത്തോട് ഒരുമിച്ച് വസിക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. ദൈവവുമായി ഒരു കുടുംബമായി തീരുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ സ്വന്തം വഴികളെ, നിന്റെ പാപ വഴികളെ ഒക്കെ വിട്ടുതിരിഞ്ഞ് നീ മാനസാന്തരപ്പെടുക എന്ന സന്ദേശമാണ് ദൈവം മനുഷ്യരോട് അറിയിക്കുന്നത്. അങ്ങനെ നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ദൈവത്തോടുകൂടെ നിത്യം ജീവിക്കാം. ഇതുകൊണ്ടാണ് ഈ സന്ദേശം അറിയിച്ച യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശരീരത്തിലെ മരണം സംഭവിച്ചാലും അവൻ നിത്യം ജീവിക്കുവാൻ ഇടയാകും. ഇതിനുള്ള പരിഹാരം ഒരു യൂണിവേഴ്സിറ്റിയിലില്ല, ഒരു ആശുപത്രിയിലില്ല, ഈ ലോകത്തിലെ ഒരു മരുന്ന് ശാലയിലുമില്ല. എന്നാൽ മരിച്ചാലും ജീവിക്കുന്ന ഒരു സംവിധാനം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. അതിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോ ഇന്ന് മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ജീവിപ്പാനുള്ള
ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം. അതാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. അപ്പൊ ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരികയാണ് ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരാൻ. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവത്തോട് മാനസാന്തരപ്പെടണം, എനിക്ക് ഈ ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നല്ല ആഗ്രഹമാണ്, നടക്കത്തില്ല. കാരണം ഇന്ന് ഞാനും നിങ്ങളും പാപത്തിന്റെ പിടിയിലാണ്, ലോകത്തിന്റെ തടവിലാണ്, പിശാചെന്ന ജയിലറുടെ കീഴിലാണ്. എന്നെയും നിങ്ങളെയും ദൈവത്തോടുകൂടെ ജീവിക്കുന്ന സുവിശേഷത്തിലേക്ക്, അതാണ് നാം കേട്ട ഒന്നാം സന്ദേശം, ആ സന്ദേശത്തിലേക്ക് നമ്മൾ എത്തിപ്പാൻ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നമുക്ക്, പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നമുക്ക് കഴിയുകയില്ല. എന്നാൽ നമ്മളെ ഇതിൽ നിന്ന് രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു വഴിയൊരുക്കി. ആ വഴിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള വഴി. ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യരക്ഷയ്ക്കായി. എവിടെ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ? പാപത്തിന്റെ, പിശാചിന്റെ, ലോകത്തിന്റെ തടവറയിൽ നിന്ന് അവനെ രക്ഷിച്ചിട്ട് വേണം ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക്, അതാണ് ദൈവരാജ്യ സുവിശേഷം, അതിലേക്ക് കൊണ്ടുവരാൻ. അതിലേക്ക് കൊണ്ടുവരുവാൻ ഏക വഴി, ഏക നാമം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതാണ് രണ്ടാമത്തെ സന്ദേശം. അപ്പൊ ദൈവത്തോടുകൂടെ ജീവിക്കുക എന്നുള്ള ഒന്നാമത്തെ സന്ദേശത്തിലേക്ക് എത്തിച്ചേരുവാൻ, അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അതിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാക്കി. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ കളറല്ല, നമ്മുടെ ജാതിയല്ല, നമ്മുടെ മതമല്ല, നമ്മുടെ പണമല്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ പാപം മാത്രമാണ്. ആ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് രക്തം ചിന്തൽ കൂടാതെ പാപത്തിന് പരിഹാരമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് അയച്ച്, ഇതാ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളും പേറി കാൽവരി ക്രൂശിൽ യാഗമായി. എന്തിനാണ്? എന്നെയും നിങ്ങളെയും പാപത്തിന്റെ, ഈ ലോകത്തിന്റെ, പിശാചിന്റെ, മരണത്തിന്റെ തടവറയിൽ നിന്ന് വിടുവിപ്പാൻ. എന്തിനാണ് വിടുവിച്ചിട്ട് വേണം ഞാനും നിങ്ങളും ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ദൈവ കുടുംബമായ രാജ്യത്തെ സുവിശേഷത്തിന്റെ അവകാശികളായി മാറുവാൻ. അപ്പോ പ്രിയ സഹോദരങ്ങൾ, ഇതാ രണ്ട് സന്ദേശങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തു പ്രസംഗിച്ച രാജത്വത്തിന്റെ സുവിശേഷം. അതിന്റെ സന്ദേശം എന്ന് പറയുന്നത്, മകനെ, ദൈവം നിന്നെ വിളിക്കുന്നു തന്നോടുകൂടെ ജീവിപ്പാൻ, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നിന്നെ വിളിക്കുകയാണ്. പക്ഷേ ഇതാ രണ്ടാമത്തെ സന്ദേശം കടന്നു വരികയാണ്. എന്നാൽ നീ ലോകത്തിന്റെ, പിശാചിന്റെ, മരണത്തിന്റെ, പാപം നിമിത്തമുള്ള തടവുകാരനാണ്. അതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമാക്കി എന്നുള്ള നഗ്ന സത്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ആ യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ, പ്രിയ മകനെ, മകളെ, നിന്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് തുടർന്ന് എത്ര കാലം ദൈവം ഈ ഭൂമിയിൽ ജീവിപ്പാൻ, പ്രിയ മകനെ, മകളെ, നിന്നെ അനുവദിക്കുന്നുവോ അത്രയും കാലം ആ യേശുവെ അനുഗമിച്ച്, യേശുവെ അനുസരിച്ച്, യേശുവിന് കർത്തൃത്വം കൊടുത്തുകൊണ്ട് ആ യേശുവെ അനുസരിച്ച് അനുഗമിക്കുന്നുവെങ്കിൽ ഇതാ സ്വർഗീയ പിതാവോടൊപ്പം ക്രിസ്തുവിലുള്ള ആ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടുവരുമെന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. അത് മാത്രമല്ല, നാം ഇവിടെ പാടിയ പാട്ട് പോലെ നാം ഊട്ടുന്ന എല്ലാ ഭരണങ്ങളും ഇവിടെ തീരുകയാണ്. എല്ലാ മനുഷ്യ ഭരണങ്ങളും മരണം കൊണ്ട് അവസാനിക്കുകയാണ്. ഇതുവരെ ഈ ഭൂമി കൊണ്ട് വാണ എല്ലാ രാജാക്കന്മാരും എന്തിയെ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ അവരെല്ലാവരെയും മരണം കൊണ്ടുപോയി. മരണം അവരെ ജപ്തി ചെയ്തു. ഈ ജീവിതത്തിൽ നിന്ന് മരണം അവരെ പുറത്താക്കി. എന്നാൽ മരണം പുറത്താക്കാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശ് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി യാഗമായത് ഒരു ഭോഷത്വമായി, പ്രിയ മകനെ, മകളെ, നിനക്ക് തോന്നാം. എന്നാൽ ഹൃദയത്തിൽ ദൈവം ഒരുക്കിയ ഈ ദൈവത്തിന്റെ ഭോഷത്വത്തെ ഏറ്റവും ജ്ഞാനമുള്ള പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന്
വിശ്വസിച്ചുകൊണ്ട് ആ യേശുവെ അനുസരിച്ച് അനുഗമിപ്പാൻ ഇതാ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവ കുടുംബത്തിലേക്കുള്ള പ്രവേശനം നിനക്ക് ധാരാളമായി പ്രാപിക്കാമെന്ന് അറിയിക്കുകയാണ്. ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ഇത്രയും നേരം കേട്ട നിങ്ങൾക്ക്, ഈ ഓൺലൈനിലൂടെ ഇത്രയും നേരം കേട്ട നിങ്ങൾക്ക് ഇപ്പോൾ തന്നത് 2 സന്ദേശമാണ്. ഈ 2 സന്ദേശങ്ങളും ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഒരുക്കുന്ന ഭാവി നാം മരിച്ചു മാറ്റപ്പെടാനല്ല, പകരം ഞാനും നിങ്ങളും ജയിച്ച് ദൈവത്തോടൊപ്പം ദൈവ കുടുംബം അവകാശമാക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ്. ആ ദൈവത്തോടൊപ്പം ജീവിക്കുക എന്ന ഒരു ദൈവത്തിന്റെ കുടുംബമായി തീരുക എന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിച്ചത്. അതിനായി നാം ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണം. രണ്ടാമത് നിങ്ങളെ അറിയിച്ചത് ആ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് നാം കുടുക്കിലാണ്. ആ കുടുക്കിൽ നിന്ന് നമ്മെ രക്ഷിച്ചിട്ട് വേണം നാം ദൈവത്തിങ്കിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ. അതിനുള്ള ആകാശങ്ങളിൽ മനുഷ്യരിടയിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. അപ്പോ ആരെങ്കിലും ചോദിക്കുകയാണ്, ആ ദൈവകുടുംബം അവകാശമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അതിനുള്ള ഒരേ ഒരു വഴി ദൈവത്തിനായ ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചത്. പ്രിയമകനെ, പ്രിയമകളെ, നീ ആര് തന്നെയായാലും അടുത്ത് തന്നെ നിന്റെ മരണം നിന്നെ ജപ്തി ചെയ്യും, ഈ ശരീരത്തിൽ നിന്ന് ജപ്തി ചെയ്യും. അതിനു മുമ്പ് ഇതാ നീ ആ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട്, യേശു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ തുടർന്ന് നാൾ അനുഗമിക്കുന്നുവെങ്കിൽ ഈ ദിവ്യമായ ആ ദൈവ കുടുംബത്തിലേക്ക് ക്രിസ്തുവിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള നഗ്ന സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇതാ ഇപ്പൊ കടന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ 2 നോട്ടീസുകൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഒരു ട്രാക്റ്റാണ്. ഞങ്ങളോട് സംസാരിച്ചിട്ട് കടന്നു പോയാലും നിങ്ങളത് മറന്നുപോകും. എന്നാൽ ആ ട്രാക്ട് അത് നിങ്ങളെ വീണ്ടും ഓർപ്പിക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇവിടെ എറണാകുളം പൂക്കാട്ടുപടിക്ക് അടുത്ത് ഇതാ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം. ആ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ 22 വർഷമായി എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവവചന ധ്യാനമുണ്ട്. ഇതാ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറുകൾ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ അടുത്ത ധ്യാനം നാളെയാണ്, ഫെബ്രുവരി 3-ാം തീയതിയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ഏവരും അതിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൽ എനിക്ക് മറ്റാരുമില്ല, എന്നെ താങ്ങാൻ മറ്റാരുമില്ല, ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇതാ ഒരു രോഗമാണ്, ഇതാ കടബാധ്യതയാണ്, പല ഹൃദയ മാനസിക വിഷയങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഇതാ ധ്യാന കേന്ദ്രത്തിലൂടെയുള്ള ദൈവ വചനം നിങ്ങളെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശവാസികളെയും അപ്പൊ ഇവിടെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ ബിസിനസ്സുകളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബ്ദ കാഴ്ച മുതൽ കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ദിവ്യമായ സന്ദേശം, രാജ്യത്തെ സുവിശേഷം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഭാവിയെ തിരിച്ചറിഞ്ഞ് അത് പ്രാപിപ്പാൻ ക്രിസ്തുവിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയിൽ ഞങ്ങൾ പ്രവേശിപ്പാൻ അപ്പൊ ഈ മക്കളെ ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലുബിയയുടെ ഹൃദയം തുറന്നു കൊടുത്തതുപോലെ ഹൃദയം തുറന്നു കൊടുക്കണമേ. മാത്രമല്ല ഇവരുടേതായ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ മേലും, അപ്പൊ ഇവരുടെ ഹൃദയത്തിലെ എല്ലാ അസ്വസ്ഥതകളുടെ മേലും, ഇവരുടെ സമാധാനമില്ലായ്മയുടെ മേലും, ഇവരുടെ സാമ്പത്തികമായ വിഷയങ്ങളുടെ മുകളിലും, അപ്പൊ ഇവരനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മുകളിലും അങ്ങയുടെ പരിഹാരത്തിന്റെ കരം അങ്ങ് നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവരാജ്യ സന്ദേശം ഈ ദേശം കേൾക്കുവാൻ ഇടയായതുകൊണ്ട് അപ്പൊ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഈ അനുഗ്രഹം ഈ ദേശത്തിൽ ഒരു പുളിപ്പ്, മാവിൽ ഒരു പുളിപ്പ് വീണാൽ എങ്ങനെയിരിക്കും, അതുപോലെ ഇതാ ഈ ദേശത്തിലെ ഈ ദൈവരാജ്യ സന്ദേശം ഒരു പുളിപ്പായി വ്യാപരിക്കട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. എല്ലാം സ്വർഗസ്ഥ പിതാവിന് യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ കർത്താവ് കൂട്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.